ഞാനൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. സംഭവം കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, നീ വന്നിട്ട് എന്തേ ഇതുവരെയായിട്ട് ഹോം ടൂറൊന്നും ഇടാഞ്ഞെന്ന്. അപ്പോൾ സംഭവം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെന്താ, ഞാൻ ജനിച്ച വീടൊന്നും ഇതല്ല കേട്ടോ. ഞാൻ ജനിച്ചത് ആ വീടൊക്കെ ഇപ്പോൾ അടച്ചിട്ടേക്കാണ്. അപ്പോൾ അവിടെ ആൾത്താമസമൊന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ അവിടെ പോയി കുറച്ച് വൃത്തിയൊക്കെ ആക്കിയിട്ടിട്ട് ഇനി പോരുന്നു. അപ്പോൾ ഇവിടെയും കുറച്ച് അറേഞ്ച്മെൻറ്റ്സിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയായിരുന്നു. മൊത്തം പൊടിയോ ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ ഹോം ടൂർ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഔട്ട് സൈഡ് വ്യൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റോഡ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ ക്രോസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഹൈവേ ആണ് കേട്ടോ. അതുകൊണ്ട് ഒച്ചയാണ് ഫുള്ള്, വണ്ടി പോകുന്ന ശബ്ദവും ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് ഫുൾ ടൈം. പിന്നെ ഇത് നമ്മുടെ എൻട്രൻസ് ആണ്, ഇത് സിറ്റ് ഔട്ട്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ലിവിങ് റൂം. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ ഒരു ടി വി ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് സോഫ കാര്യങ്ങളും അത്രയേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഇത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു റൂം ആരും യൂസ് ചെയ്യുന്നില്ല, സാധനങ്ങളെല്ലാം വരിക്കൂട്ടിയിട്ട് അടച്ചിട്ടേക്കുക. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുറന്നു കേട്ടോ. പിന്നെ ഈ ഒരു റൂം അത്യാവശ്യം അതിൻ്റെ അകത്തൊന്നുമില്ല, ആരുമില്ല. ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ വരുവാണെങ്കിൽ, കസിൻസൊക്കെ ഇല്ല, അവരൊക്കെ വരുവാണെങ്കിലൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കിച്ചണിൽ എന്താ, ഇന്ന് ഞാൻ മോരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നലത്തെ ഞണ്ട് കറിയാണ് കേട്ടോ. കുക്കിംഗ് ഒന്നും ഇന്ന് ചെയ്തില്ല, കാര്യം ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ റൈസും ഉണ്ട്. പിന്നെ ഫുഡ് ഞാൻ ഔട്ട് സൈഡിൽ വെച്ചിട്ട് ഓവൻ വെച്ച് ചൂടാക്കി കഴിക്കലാണ് മിക്കാറും, അതാണ്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ, സീരിയസ്ലി. പിന്നെ നമുക്കിനി എന്താ പറയുക, ഇനി എൻ്റെ ബെഡ്റൂം കാണിച്ചു തരാം. അപ്പം നമ്മൾ മേളിലൊരു റൂമുണ്ട്, അത് ഓൾറെഡി അതിനകത്തും സാധനങ്ങളൊക്കെ വെച്ച് അടച്ചിട്ടേക്കാണ്. കാര്യം ഓപ്പൺ ആക്കിയിട്ട് പൊടി ഫുള്ള് കയറി ആര് ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഇതാണ് കിടക്കുന്ന ബെഡ്റൂം. അപ്പോൾ സംഭവം ഇപ്പം ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റിട്ടാണോ ബെഡ്ഷീറ്റൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. ഇപ്പം ഞാൻ വിരിച്ചിട്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ നമ്മുടെ ഔട്ട് സൈഡ് വ്യൂ. ആ റോഡ് തന്നെയാണ് കേട്ടോ, ഗേറ്റിൻ്റെ ആ ഒരു വ്യൂ മാത്രമാണ് ഒരു വിൻഡോയിൽ ഇത് കാണുന്നത്. പിന്നെ അതാണ്ട് കുറച്ച് ബുക്സൊക്കെ ഞാൻ അടുക്കി വെച്ചേക്കുന്നത് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ബുക്കുകൾ, മീൻസ് ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ബുക്കുകൾ, അതായത് കോളേജ് പഠിച്ചിറങ്ങിയപ്പം കിട്ടിയ ബുക്ക്. ഇപ്പം ഈ ഇടയായിട്ടൊന്നും ബുക്ക് അധികം മേടിപ്പില്ല, ഇതൊക്കെ പണ്ടത്തെയാണ്. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ വീടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വേറൊരു വീട്, അവിടെ നിറച്ചിരിപ്പുണ്ട് ബുക്ക്. കുറേയൊക്കെ ചെതിലൊക്കെ തിന്നു, കുറേ ഇതായി. പിന്നെ ഞാനത് ഷെൽഫിൽ വെച്ച് അടച്ചിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സിനൊക്കെ അറിയായിരിക്കും, കാണുന്നവർക്ക് മനസ്സിലാവും, കാര്യം എനിക്ക് ബുക്ക് പ്രാന്തിയാണ് ഞാൻ. ഇതൊക്കെ IELTS പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് ഒരു 6 വർഷം മുമ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ ഓളിയും ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതൊക്കെ മേടിക്കും. പിന്നെ കഥാപുസ്തകങ്ങളുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ എന്താണ്ടിരിക്കുന്നുണ്ടോ. മാധവക്കുട്ടിയുടെ ഒക്കെ ഇഷ്ടം പോലെ ടെക്സ്റ്റുകളൊക്കെ, നല്ല കഥാപുസ്തകങ്ങളൊക്കെ എനിക്കുണ്ട്. സോറി തെറ്റിപ്പോയതാണ്. പിന്നെ അതാണ്ട് ബൈബിൾ കിസ്, പിന്നെ ബൈബിള്. ഈ ഒരു ബൈബിള് എന്താ പറയുക, എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ബൈബിളാണ്. ബിക്കോസ് എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ്, അമ്മ എനിക്ക് തന്നു. എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആട്ടോ, കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു ബൈബിളാണ്. പിന്നെ അത് നമ്മുടെ ബ്യൂട്ടീഷ്യനിലോട്ട് വരാം. ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, പിന്നെ ഇയറിങ്സുകൾ. പിന്നെ ഇതില്ലാതെ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ പുട്ടിയും പെയിൻറ്റും, പിന്നെ എന്താ ലിപ്സ്റ്റിക്ക്. ഫുൾ ടൈം മാസ്ക് ഇടുന്ന എനിക്ക് എന്തിനേ ലിപ്സ്റ്റിക്ക് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കും. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ എന്തോ എനിക്കൊരു സമാധാനമില്ല. ഞാൻ പൈസ ചിലവാക്കി മേടിക്കുന്ന ഒരു സാധനം ലിപ്സ്റ്റിക്ക് മാത്രമാണ് കേട്ടോ. ഇരിക്കുന്ന മൊത്തം ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എന്താ പറയുക, മിക്കാറുള്ള ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. മാക്കിൻ്റെ എനിക്കിഷ്ടം, നല്ലത്. കാര്യം നമുക്ക് മാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാസ്കിലൊന്നും അധികം പറ്റത്തില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ എല്ലാ ഷെയ്ഡും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലില്ലാത്ത ഷെയ്ഡൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണൂലേ, അപ്പോഴേക്കും അതും മേടിക്കും. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കൂടുതലൊന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, വന്ന കൂട്ടത്തിലുള്ളതാണ് ഈ ലിപ്സ്റ്റിക്ക് എവിടെ പോയാലും ഞാൻ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു പോൺസിൻ്റെ ബേബി ക്രീം മേടിച്ചതാണ്. പിന്നെ എൻ്റെ ഐഷാഡോ പാലറ്റ്. പിന്നെ എൻ്റെ ഇയറിങ്സ്, പൊന്നു പോലെ എപ്പോഴും കൊണ്ടു നടക്കുന്നൊരു സാധനമാണ്. ഗോൾഡിൻ്റെ റിങ് ഞാൻ ഇയറിങ് ഞാൻ ഇടാറില്ലെന്ന് വെച്ചാൽ റയറാണ്, അങ്ങനെ ഇടാറില്ല. പിന്നെ പിന്നെ എൻ്റെ അടിയിലൊക്കെ കുറേ ആക്രി സാധനങ്ങളൊക്കെ വാരിയിട്ടേക്കും കേട്ടോ, എന്തോന്നൊന്നും എന്നോട് ചോദിക്കരുത്. പിന്നെ അലമാരി തുറന്ന് വെക്കാൻ പറഞ്ഞാൽ ഇത് ഡ്രസ്സൊന്നും ഇല്ല, പഴയ ഏതാണ്ട് തുണികളൊക്കെ വാരി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഞാൻ ആകെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും പിന്നെ ഒരു ഡ്രസ്സും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചാണ് കേട്ടോ. സംഭവം ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഇതെൻ്റെ ചിലങ്കയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം യൂസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, മൊത്തം പൊടി പിടിച്ച് നശിച്ച്. എന്നാലും ഞാനിങ്ങനെ പൊന്നു പോലെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ഹോം ടൂർ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ ബൈ.